ആർ അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ, മുഖ്യമന്ത്രിക്ക് നന്ദി പറയുകയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ മാറ്റിവെച്ചതിൽ. കോടതിയിൽ നിന്ന് തീരുമാനം വരട്ടെ, അതിനുശേഷം റിപ്പോർട്ട് കാണാമല്ലോ എന്നതാണ് അവരുടെ പ്രതികരണം. പക്ഷേ ഇത്രയും ദിവസമുണ്ടായിട്ട്, ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പോൾ കോടതിയെ സമീപിച്ചതിനെയാണ് എല്ലാവരും സംശയത്തോടു കൂടി നോക്കിക്കാണുന്നതും. രഞ്ജിനിയുടെ പ്രതികരണം പക്ഷേ ഒരു കമ്മീഷൻ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയൊക്കെ വേണം, അത് പരിഹരിക്കുന്നതിന് വേണ്ടി വേണം എന്നൊക്കെയാണ് അവർ വിശാലമായി പറയുന്നത്. എങ്കിലും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണല്ലോ. ഇനി വനിതാ കമ്മീഷനെയും അവർ കുറ്റപ്പെടുന്നു. വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചില്ല, അതുകൊണ്ട് മറ്റു വഴിയില്ലാതെയാണ് താൻ കോടതിയിൽ പോയത് എന്ന് ഈ വാദങ്ങളൊക്കെ നിൽക്കുന്നതാണോ? രതീഷ്, രഞ്ജിനിയുടെ വിശാല പരാമർശങ്ങളൊക്കെ മാറ്റി നിർത്താം. രഞ്ജിനിയുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട് ഈ ഹർജി ഇന്നലെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. അത് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. കാരണം അവർ അതിന് മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഹർജിയിൽ നൽകിയതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത് മാറ്റിവെച്ചു എന്നുള്ളതിന് മുഖ്യമന്ത്രിക്ക് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അതായത് രഞ്ജിനിയുടെ അപേക്ഷ പ്രകാരം മുഖ്യമന്ത്രി ഇടപെട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് വേണ്ട എന്ന് തൽക്കാലം മാറ്റിവെക്കാൻ തീരുമാനിച്ചു സർക്കാർ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രഞ്ജിനിയുടെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കോടതി ഇടപെട്ടിട്ടില്ല, വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടില്ല. രഞ്ജിനി ഹർജി കോടതിയിൽ നൽകിയപ്പോൾ പോലും കോടതി അതിൻ്റെ ആ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് അത് നമ്പർ 8 പരിഗണിക്കാൻ വേണ്ടി മാറ്റിയത്. അപ്പോൾ പോലും കോടതി ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ പുറത്തുവിടണം എന്നുള്ള മുൻ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ രഞ്ജിനി തന്നെ ഹർജി കോടതിയിൽ സമർപ്പിക്കുന്നു. അതിനുശേഷം സർക്കാരിനെ അറിയിക്കുന്നു, ഞാൻ ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ വേണ്ട എന്ന് സർക്കാർ സ്വമേധയാ തീരുമാനിച്ചു എന്ന് തന്നെയാണ് ഈ രഞ്ജിനിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആരെയാണ് ഭയക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായി. സർക്കാരിന് ഭയമുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ആരുടെയൊക്കെയോ കൈകൾ പൊള്ളും, ആരുടെയൊക്കെ ഇമേജുകളെ അത് ബാധിക്കും. അപ്പോൾ അത് സർക്കാരിനെ കൂടി ബാധിക്കും, അല്ലെങ്കിൽ സർക്കാരിന് താല്പര്യമുള്ള ആളുകൾക്കെതിരായ പരാമർശങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ റിപ്പോർട്ട് പുറത്തു വരാൻ സർക്കാർ കൂടി ആഗ്രഹിക്കുന്നു. ഹർജി പരിഗണിച്ചുകൊണ്ട് അക്കാര്യം പരിശോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞു. അതിന് നന്ദിയുണ്ട് എന്നതാണ് രഞ്ജിനി പറഞ്ഞത്. അക്കാര്യമാണ് ആർ അനന്തകൃഷ്ണൻ